ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്ത് വന്നിരിക്കുന്നത്, ആ ആഗ്രഹം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളിൽ പൂർണ്ണമാക്കി തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു താങ്ക് യു താങ്ക് യു. ശക്തിയേറിയ എനർജി അയക്കണമേ യൂണിവേഴ്സ്. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സണും നിങ്ങളും ഒരു റീയൂണിയൻ സാധ്യമാണോ എന്ന്. ഓക്കെ, അപ്പോൾ ഒന്നിലധികം ആൾക്കാർ നോക്കുന്നത് കാരണം ഇപ്പം പൂർണ്ണമായിട്ട് മൂവ് ഓൺ ചെയ്ത വ്യക്തികൾ വരെ ഇത് നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് റീയൂണിയൻ എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ള ചോദ്യവും കൂടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ കാർഡ് വയ്ക്കുകയാണ്. 3 കാർഡാണ് വയ്ക്കുന്നത്. നിങ്ങൾ ഒരു കാർഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഓക്കെ, 1 പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് നിങ്ങൾ കണ്ടോ? ഓക്കെ, 2 പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഓക്കെ, 3 കാർഡ് വെച്ചിട്ടുണ്ട്. ഇതിൽ റീയൂണിയൻ ഉള്ളത് വരും, ഇല്ലാത്തത് വരും. അപ്പം ഈ ഒരു കാർഡിനെ ആസ്പദമാക്കിയിട്ട് നിങ്ങൾക്ക് റീയൂണിയൻ ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള റീഡിങ് തന്നെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 2 3 നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇതിനോടൊപ്പം തന്നെ റീഡിങ് ഒന്നായിരിക്കും. നിങ്ങളിത് സെലക്ട് ചെയ്തുവെങ്കിലും റീഡിങ് ഒരേ എനർജി ആയിരിക്കും തരുന്നത്. ഈ ഒരു ഇതിൻ്റെ മാത്രം എനർജി ഫുൾ എടുക്കത്തില്ല, റീയൂണിയൻ്റെത് മാത്രമേ എടുക്കൂ. ബാക്കി പേഴ്സൻ്റെ എനർജി എടുക്കുന്നത് ഒരുമിച്ചായിരിക്കും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ 1ാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തിക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. പക്ഷേ ഈ ഒരു സമയത്ത് തേർഡ് പാർട്ടിയിലേക്ക് കടന്നു പോയതാണ്. റീയൂണിയൻ ഉണ്ടാകും. ഓക്കെ, ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്, റീയൂണിയൻ ഉണ്ടാകും. ഇപ്പോൾ ഫാമിലിയിൽ ടവർ സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ, ഫാമിലി സിറ്റുവേഷൻ ആണ്, നിങ്ങൾ ഫാമിലി ആണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഉള്ള അവസ്ഥ, ഇപ്പം നിങ്ങളുടെ പേഴ്സൺ പൂർണ്ണമായിട്ടും നിങ്ങളിലെ വിട്ടിട്ട് പോയി ഇരിക്കുകയാണെങ്കിൽ ആ ഒരു റീയൂണിയൻ, ആ ഒരു ദുഃഖത്തിന്, ആ വിഷമത്തിനാണ് ടവർ വന്നിരിക്കുന്നത്. അപ്പോൾ ആ വിഷമത്തിന് ടവർ വന്ന് അവസാനിപ്പിച്ചുകൊണ്ട് സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ റീയൂണിയൻ ഉണ്ട്. ലാസ്റ്റ് കാർഡിന് റീയൂണിയൻ കാണുന്നില്ല. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആണത്. നിങ്ങളെ ഒരുപാട് ഹൃദയത്തെ നശിപ്പിച്ച് നിങ്ങളെ ഒരു ഡിപ്രഷൻ മൂഡിലൊക്കെ ആക്കി പോയ വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും സന്തോഷിക്കാൻ, മനസ്സുകൊണ്ട് സന്തോഷിക്കാൻ കഴിയുന്നില്ല ചില വ്യക്തികളെങ്കിൽ. ഇപ്പോൾ റീയൂണിയൻ, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് റീയൂണിയൻ സാധ്യമല്ല. ഓക്കെ, ഇപ്പം നിങ്ങൾ ആദ്യം എടുത്ത കാർഡിൽ നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഹാപ്പി ആയിട്ട് പോകുകയാണ്, റീയൂണിയൻ ഉണ്ടാകും. അപ്പം ഇതിന് ഫുള്ള് പോസിബിൾ വന്നിരിക്കുന്നത് ഇതിനാണ്, ഫാമിലിക്കാണ് ഫുള്ള് പോസിബിൾ വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഠിന പ്രയാസമാണ്, ഹൃദയം തകരുന്ന പ്രയാസമാണെങ്കിൽ, നിങ്ങളൊരു ഫാമിലി ആയിട്ട് ജീവിച്ചിരുന്ന വ്യക്തിയാണ് എങ്കിൽ നിങ്ങളിലേക്കൊരു റീയൂണിയൻ വരുന്നുണ്ട്. ഇതിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് നിങ്ങളെ ആക്കിയിട്ട് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ റീയൂണിയൻ ഉണ്ട്. പക്ഷേ കുറച്ച് വൈകും. ഈ ഒരു സമയത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ ഹാപ്പിയാണ്. ഓക്കെ, ഇത് പൂർണ്ണമായിട്ടും ഇപ്പോഴൊന്നും കാണുന്നില്ല. അപ്പം എനർജിയാണ്, എനർജി മാറി വരും. കുറച്ച് നാൾ കൂടി അങ്ങോട്ട് കടന്നു പോകുമ്പോൾ ഈ എനർജിയിൽ വ്യത്യാസം വരും. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. കുറച്ച് നാളും കൂടി, ഇപ്പം അടുത്ത് കുറച്ച് സമയത്തേക്കുള്ളത്, ഒരു 6 മാസത്തിനകത്തുള്ളത് മാത്രമേ നമുക്ക് എനർജിക്കകത്ത് കിട്ടുകയുള്ളൂ. ഒരുപാട് വർഷങ്ങൾ, 6 വർഷം, 1 വർഷം അല്ലെങ്കിൽ 2 വർഷം അത്രയുള്ള എനർജിയൊന്നും കാർഡിൽ കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. തുടർന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണ്?
ഇതിവിടെ തന്നെ ഇരിക്കട്ടെ. ഓക്കെ, നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് സ്ട്രെങ്ത് വന്നിരിക്കുന്നതെന്ന്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ സ്ട്രെങ്ത് വന്നിരിക്കുന്നത്? ഇപ്പം ഇവിടെ വന്നിരിക്കുന്നത് സ്ട്രെങ്തിൻ്റെ കാർഡാണ്. സ്ട്രെങ്തിൻ്റെ കാർഡിനെ ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത് 9 ഓഫ് വാൺസ് ആണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ എന്താണ് ഇപ്പോൾ നടക്കുന്നത്, കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ്. എന്തോ പ്ലാനിങ് നടക്കുന്നുണ്ട്. എന്ത് പ്ലാനാണെന്ന് നോക്കട്ടെ. സ്ട്രെങ്ത് ഇല്ല, ചില കാര്യങ്ങൾക്ക് സ്ട്രെങ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ പേഴ്സൺ ട്രൈ ചെയ്യുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ സ്ട്രെങ്ത് എടുക്കുന്നതിന് പ്ലാൻ ചെയ്യുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്രണയം നിങ്ങളിലേക്ക് തിരിച്ചു വരണം. തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ പ്ലാൻ ചെയ്യുകയാണ്. അതിനുള്ള മാനസിക ധൈര്യം അവരെ എടുക്കുകയാണ്. ഓക്കെ, ഇവിടെ 3 ഓഫ് പെൻഡിക്കിൾ വന്നിട്ടുണ്ട്. സൺ കാർഡിനെ ക്ലാരിഫൈ ചെയ്ത് വന്നത് തേർഡ് പാർട്ടിയാണ്. തേർഡ് പാർട്ടിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം അവിടെ നിന്നും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനുള്ള മാനസിക ധൈര്യം എടുക്കുന്നുണ്ട്. നിങ്ങളെ ഫേസ് ചെയ്യണം, നിങ്ങളുമായിട്ട് സംസാരിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ലവേഴ്സ് കാർഡാണ് വീണ്ടും ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടി വീണ്ടും വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടിയിൽ നിന്നും നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുകയാണ്. ഓൾറെഡി തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ആയിട്ടുള്ള വ്യക്തികൾക്കാണ് ഈ റീഡിങ് വരുന്നത്, റെസനേറ്റ് ആകുന്നത്. ഓക്കെ, ചിന്തിക്കുക. തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കാലാവധി അനുസരിച്ചായിരിക്കും റീയൂണിയൻ്റെ സമയവും. അടുത്ത സമയത്തായിട്ടാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ലൈഫിൽ ഉണ്ടായതെങ്കിൽ റീയൂണിയനും കുറച്ച് താമസിച്ചായിരിക്കും ലൈഫിൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി പ്രശ്നമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റീയൂണിയൻ ഉണ്ടാകും. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ ഹാങ്ഡ് വാൻ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ ഹാങ്ഡ് വാൻ വന്നിരിക്കുന്നത്? ഇവിടെയും സ്ട്രെങ്തിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്തൊക്കെയോ ഭയപ്പെടുന്നുണ്ട്. ഒരു മാനസിക ധൈര്യവും അവർക്ക് ലഭിക്കുന്നില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അവർക്കൊന്നും ബാലൻസിങ്ങിൽ പോകുന്നില്ല. അവരിപ്പോഴും എന്തൊക്കെയോ ഭയപ്പെട്ട് അവർ മാറി നിൽക്കുന്ന അവസ്ഥയാണ്. അവരുടെ ജോലിയിൽ അവരെന്തൊക്കെയോ ഭയപ്പെടുന്നുണ്ട്. അവർ സ്ഥലത്ത് യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും അവർക്ക് ഈ ഒരു സമയത്ത് നടക്കുന്നില്ല. അവർ ബേർഡൻ സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അവർ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നില്ല. ഓക്കെ, എന്നും പറഞ്ഞ് ഗ്രോത്ത് ഇല്ല എന്നല്ല, അവരുടെ ലൈഫിലേക്ക് ഗ്രോത്ത് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവരെടുക്കുന്ന തീരുമാനങ്ങൾ ഒരു ശരിയായ ദിശയിൽ കൂടി അല്ല. ഇവർ മാനസികമായും തളർന്നു നിൽക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ അവർക്ക് സ്ട്രെങ്ത് ഇല്ല എന്നാണ് കാണുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. കാരണം ഇവിടെ ഒരു നിങ്ങളുടെ ഫാമിലി കാർഡ് എടുത്ത സമയത്ത്, ഒരു റീയൂണിയൻ്റെ ഇത് വന്ന സമയത്ത് ഒരു ടവറിൻ്റെ കാർഡ് കൂടിയാണ് ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്തോ ഭയങ്കരമായിട്ട് മാനസിക പ്രോബ്ലം, സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് അവർ ചിന്തിക്കുകയാണ് അവർക്ക് കർമ്മ ലഭിക്കുന്നു എന്ന്. നിങ്ങളോട് അനീതി കാണിച്ചത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടത്തിലാണ് പോകുന്നതെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അവർ ഭയപ്പെടുന്നുണ്ട്. ഇപ്പോൾ മാനസികമായിട്ട് അവർ ഒരുപാട് തളർന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഉറപ്പായും 100% ഉറപ്പായിട്ടും ഒരു ടവർ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളോട് കാണിച്ചതിന് കർമ്മ അവരെ നേരിട്ട് കൊണ്ടിരിക്കുന്നു. ഇതുവരെ നേരിട്ടിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ, എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു കർമ്മ അവർക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ദ വേൾഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ വേൾഡ് വന്നിരിക്കുന്നത്? ദ സൺ ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഒന്ന് അവസാനിപ്പിച്ചു കൊണ്ട് മറ്റൊന്ന് തുടങ്ങുകയാണ്. ഫാമിലി കാർഡാണ് വന്നിരിക്കുന്നത്. ഇതേ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് സെലക്ട് ചെയ്ത വ്യക്തികളുടെ അതേ എനർജി ഇതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ അത് അവസാനിപ്പിച്ചുകൊണ്ട്, ടവർ വന്നിരുന്നു ഇതിൻ്റെ കൂട്ടത്തിൽ, അത് അവസാനിപ്പിച്ചുകൊണ്ട് ഒരു ന്യൂ ബിഗിനിങ്, വേൾഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരെണ്ണം അവസാനിപ്പിച്ച്, ഈ ഒരു സൈക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് അവസാനിച്ചിട്ട് മറ്റൊന്ന് തുടങ്ങുന്ന സൈക്കിളാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് ആണ് സംഭവിക്കുന്നത്. ആ ന്യൂ ബിഗിനിങ് എന്ന് പറയുന്നത് സൺ കാർഡ് വന്നിട്ടുണ്ട്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഉണ്ട്.
സൺ കാർഡ് വന്നിരിക്കുന്നത് 10 ഓഫ് പെൻഡിക്കിളാണ്. സാമ്പത്തികമായിട്ടും ഒരു ഫാമിലി ആയിട്ടും തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് സംഭവിക്കുകയാണ്, നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. ഇത് രണ്ടാമത്തെ കാർഡ് എടുത്ത വ്യക്തികൾക്കുള്ള എനർജി ആയിട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതെവിടെ പോയി? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ് ഇവിടെ ഏസ് ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ ഏസ് ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? ഒരു ന്യൂ ബിഗിനിങ് ഈ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ ലൈഫാണ് പറയുന്നത്. എന്തായിരുന്നു നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്തേക്ക് ന്യൂ ബിഗിനിങ്ങിലേക്ക് കടന്നു പോയിരിക്കുകയാണ്. വളരെ സ്ട്രെങ്ത് അവർ എടുത്തിരിക്കുന്നു. ചില ഡെവിൾ എനർജിയിലേക്കാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോയിരിക്കുന്നത്. ഓക്കെ, ഇതെടുത്ത സമയത്ത് നിങ്ങളിലേക്ക് തിരിച്ച് വരില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷനുമായിട്ടാണ് കടന്നു പോയിരുന്നത്. അപ്പം ഇതിലേക്ക് തിരിച്ച് വരില്ല. ഇത് അവസാനമായിട്ട് എടുത്ത കാർഡാണ്. എത്ര പേർക്ക് റെസനേറ്റ് ആകുന്നു എന്നറിയത്തില്ല. ആ പേഴ്സൻ്റെ ലൈഫിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് ആണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് പെൻഡിക്കിളും ഏസ് ഓഫ് വാൺസുമാണ് അതിനെ ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത്. ക്യൂൻ ഓഫ് സോഡും ഡെവിൾ എനർജിയുമാണ്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിലേക്ക് പൂർണ്ണമായിട്ടും കടന്നു പോയിരിക്കുന്നു. ഓക്കെ, നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നില്ല, ഡെവൽ എനർജിയാണ്. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ പ്രാർത്ഥന ചെയ്യുക, നിങ്ങൾ അഫർമേഷൻ ചെയ്യുക. നിങ്ങളുടെ അഫർമേഷൻ ചെയ്യുമ്പോൾ നിങ്ങളാൽ അസാധ്യമായത് ഒന്നുമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ശക്തനാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ച് വരണമെന്ന് പൂർണ്ണമായി ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അഫർമേഷനിലൂടെ, ലോ ഓഫ് അട്രാക്ഷനിലൂടെ നിങ്ങളുടെ പേഴ്സണെ തിരിച്ചേ കൊണ്ടുവരാവുന്നതാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ തിരിച്ച് വേണമെങ്കിൽ മാത്രം നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഏത് രീതിയിലുള്ള വ്യക്തിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാം. അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് വന്നിരുന്നാലും ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷനാണ് നിങ്ങളുടെ ഇടയിലുള്ളത്, സമാധാനവും സന്തോഷവും എല്ലാം നഷ്ടപ്പെട്ടു പോകുമെങ്കിൽ നിങ്ങളത് വിട്ടുകളയുക. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പോൾ ഡെവൽ എനർജി ഉണ്ട്. അവരുമായിട്ടൊരു ന്യൂ ബിഗിനിങ് അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം ഇതെടുക്കുക. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷനാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, റെസനേറ്റ് ആകാത്തവർ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി വിട്ടുകൊടുക്കുക. ഒന്നിലധികം ആൾക്കാർ നോക്കുന്നത് കാരണം ഇന്ന് ചിലപ്പോൾ നിങ്ങളുടെ എനർജി ആയിരിക്കത്തില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, നിങ്ങളുടെ എനർജി നോക്കട്ടെ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, നിങ്ങളുടെ എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ കറണ്ട് എനർജി ഇപ്പോൾ എന്ത് എനർജിയിൽ കൂടിയാണ് എൻ്റെ വ്യൂസ് കടന്നു പോകുന്നത്? എൻ്റെ വ്യൂസ് കടന്നു പോകുന്നത് ഈ പേഴ്സൺ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന്, അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്കാകാം, നല്ലൊരു ബ്രേക്കപ്പാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചതെങ്കിൽ നിങ്ങളിപ്പോൾ സെൽഫ് ലവ് ചെയ്യുന്ന വ്യക്തികളായി മാറിക്കഴിഞ്ഞു. നിങ്ങൾ പഴയ രീതിയിൽ കരഞ്ഞു തളർന്ന് അവസാനിച്ചിരിക്കുന്ന അവസ്ഥയല്ല. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ ഉദിച്ചു വരുന്നുണ്ട്. ചിലപ്പോൾ ജോലി ആയിരിക്കാം, പുതിയ റിലേഷൻ ആയിരിക്കാം, ആ സമാധാനമായിരിക്കാം, എല്ലാം ബാലൻസിങ്ങിൽ കൊണ്ടുവരികയാണ്. ഇവിടെ ആ ഒരു മാലാഖയുടെ കാല് ഒന്ന് വെള്ളത്തിലും ഒന്ന് കരയിലുമാണ്. അപ്പം ഇമോഷണൽ ആയിട്ടുള്ളതാണെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും രണ്ടും ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഒരു കപ്പിൽ നിന്ന് മറ്റൊരു കപ്പിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം എന്ന് പറയുമ്പോൾ ഇമോഷണലാണ്. ആ ഇമോഷനെല്ലാം നിങ്ങൾക്ക് ഇതുവരെയും ബാലൻസ് തെറ്റി നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമത്തിലാണ് നിങ്ങൾ ഇരുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വളരെ സന്തോഷത്തിൽ ആകാൻ ശ്രമിക്കുന്നുണ്ട്. സന്തോഷത്തിൽ ആയി എന്നല്ല, നിങ്ങൾ പകർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അത് ബാലൻസിങ്ങിൽ, നിങ്ങൾ സന്തോഷവും ദേഷ്യവും കരച്ചിലും എല്ലാം ഒരു ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്, യൂണിവേഴ്സ് ബ്ലെസ്സിങ് ഉണ്ടാകുന്നുണ്ട്, സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ വ്യക്തികൾ നിങ്ങൾക്ക് ഓഫറുമായി വരാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഓക്കെ, മറ്റു ചില വ്യക്തികൾ ഇപ്പോഴും ഫാമിലി ആയിരിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ഫാമിലിയെ പോലെ കഴിഞ്ഞിരുന്ന വ്യക്തികൾ
നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് വളരെ ഉത്കണ്ഠയോടുകൂടി വളരെ വിഷമത്തോടു കൂടി മാനസികമായി തളർന്ന്, ഈ വാളെന്ന് പറയുമ്പോൾ മാനസിക ബലത്തെയാണ് പറയുന്നത്, ആ മാനസിക ബലത്തെ തളർത്തിയിട്ടുകൊണ്ട് ഇനിയും എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നത് ഒരുപാട് ഓവർ തിങ്കിങ് നിങ്ങൾക്ക് നേരെ വരുന്നുണ്ട്, ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഭയപ്പെട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ചില വ്യക്തികൾ രോഗത്തിൽ അടിമപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് ഉറക്കമില്ല, BP കൂടുന്ന അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നുണ്ട്, എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു ഉത്സാഹവും ഇല്ലാത്ത അവസ്ഥയിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. ജീവിതത്തിൽ എന്തൊക്കെ സന്തോഷം നിമിഷങ്ങൾ സംഭവിച്ചിരുന്നാലും അതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് എപ്പോഴും ഐസൊലേഷനായിട്ട് ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ചുറ്റുപാടും സന്തോഷ പാർട്ടികളിലെല്ലാം പോയിരുന്നാൽ തന്നെയും നിങ്ങൾക്കൊരിക്കലും മനസ്സുകൊണ്ട് സന്തോഷിക്കാൻ കഴിയുന്നില്ല. എപ്പോഴും ദുഃഖ അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എപ്പോഴും പ്രാർത്ഥന, അവർ കൈകൂപ്പി നിൽക്കുന്നത് കണ്ടോ? ഈ ഒരു പ്രാർത്ഥന മനസ്സുകൊണ്ടാണെങ്കിലും അതിൽ വിശ്വസിച്ച് അതിലൊരുപാട് പ്രാർത്ഥന അർപ്പിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഏതെങ്കിലും ശക്തിക്ക് എന്നെ രക്ഷിക്കാൻ കഴിയണമേ, എൻ്റെ റിലേഷനെ, എൻ്റെ ഫാമിലിനെ എനിക്ക് തിരിച്ചു തരണമേ, ഞാൻ ഫാമിലി പോലെ കാണുന്ന എൻ്റെ വ്യക്തിയെ തിരിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ച് നിൽക്കുന്ന ചില വ്യക്തികളും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ കടന്നുപോയ വ്യക്തികൾ, ഇപ്പോൾ റീസെൻ്റ്ലി കടന്നുപോയ വ്യക്തികളായിരിക്കാം. അവരിപ്പോൾ എന്തായിരുന്നാലും സ്ട്രോങ് ആയിരിക്കുകയാണ്. വളരെ ദേഷ്യത്തിലും പേഴ്സണോട് കൂടി അഗ്രസീവായിട്ടുള്ള ഇമോഷനിലാണ് നിൽക്കുന്നത്. നിങ്ങളിപ്പം കരയാനൊന്നും നിൽക്കുന്നില്ല, പക്ഷേ പേഴ്സണെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം വെട്ടിക്കൊല്ലുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഓക്കെ, പേഴ്സണെ അങ്ങനെ വെറുതെ വിടാനൊന്നും ശ്രമിക്കുന്നില്ല. പേഴ്സൻ്റെ നെഗറ്റീവ് കാണണം, അല്ലെങ്കിൽ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ അവസാനിക്കണം, സന്തോഷിക്കാൻ പാടില്ല, നിങ്ങളോട് ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അവർക്ക് ലഭിക്കണമെന്ന് നിങ്ങൾ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. വളരെ ദേഷ്യത്തോടു കൂടിയാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജും കാര്യങ്ങളും അറിയുന്നതിന് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കത് ലഭിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിങ്, ഈ ഒരു എനർജി നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നോ എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതായിരിക്കും. ഓക്കെ, ഇന്നലെ ഒരു സ്പെഷ്യൽ കമൻ്റ് ഉണ്ടായിരുന്നു, ഇനി പുതിയ റിലേഷനെ കുറിച്ചും കൂടി ഒന്ന് നോക്കണമെന്ന്. ഓക്കെ, എൻ്റെ ഈ വീഡിയോ കാണുന്ന വ്യക്തികൾക്ക് ഒരു ന്യൂ ബിഗിനിങ് സാധ്യമാണോ? യെസ്, ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് സാധ്യമാണ്. ഓക്കെ, നിങ്ങൾ പക്ഷേ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പഴയ ഓർമ്മയിൽ നിന്നും നിങ്ങൾ വിട്ടു മാറണം. ആ എനർജിയിൽ നിന്ന് കഴിഞ്ഞാൽ ന്യൂ ബിഗിനിങ് സാധ്യമാകില്ല. ഓക്കെ, നിങ്ങൾ ഈ പഴയ ഓർമ്മകളിൽ നിന്നും വിട്ടിട്ട് നിങ്ങൾ ഹാപ്പി ആകുക, സെൽഫ് ലവ് ചെയ്യുക, നിങ്ങളുടെ ജോലിയിലേക്ക് കൂടുതൽ ശ്രദ്ധ വയ്ക്കുക. നിങ്ങൾക്ക് ഏറ്റവും അബണ്ടൻസ് ആയിട്ടുള്ള, ഏറ്റവും സൗന്ദര്യമുള്ള, ഏറ്റവും കെയറിങ് ചെയ്യുന്നതായിട്ടുള്ള, അൺകണ്ടീഷണലായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരും. പക്ഷേ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം. പഴയ ഓർമ്മകളും പഴയ നെഗറ്റീവുമായിട്ട് ചിന്തിച്ചിരുന്നാൽ ആ നെഗറ്റീവുള്ള ആൾ തന്നെ വീണ്ടും നിങ്ങളെ അട്രാക്റ്റ് ചെയ്യും. അതുപോലെ ഒരുപാട് നെഗറ്റീവ്സ് ഉള്ള ആൾക്കാർ നിങ്ങളെ വീണ്ടും വീണ്ടും അട്രാക്റ്റ് ചെയ്യും. അത് കാരണം നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരാളിനെ നിങ്ങൾക്ക് ലൈഫിൽ കിട്ടുമുള്ളൂ. നിങ്ങൾ വീണ്ടും പഴയ ആളിൻ്റെ സ്വഭാവത്തെ വീണ്ടും മനസ്സിൽ റിപ്പീറ്റായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതേ സ്വഭാവത്തിലുള്ള പകുതിക്ക് വെച്ച് ഇട്ടേച്ച് പോകുന്ന ഒരാളിനെ ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ വീണ്ടും ലഭിക്കുന്നത്. നിങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കുന്നത് അങ്ങനെ നെഗറ്റീവ് ആളിനെയാണ്. ഓക്കെ, അതുകൊണ്ട് ന്യൂ ബിഗിനിങ് എന്തായാലും സംഭവിക്കുന്നുണ്ട്. ആ ന്യൂ ബിഗിനിങ്ങിൽ നിങ്ങൾ ആരെ വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുക. നെഗറ്റീവായിട്ടുള്ള ആളിനെ വേണമോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ആളിനെ വേണമോ എന്ന് ചിന്തിക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക. മൂവ് ഓൺ ചെയ്തെങ്കിൽ മാത്രമേ ഒരു പോസിറ്റീവ് ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാകൂ. ഒരു യാത്രാ മധ്യത്തിലായിരിക്കും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കണ്ടുമുട്ടാൻ പോകുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? ചില വ്യക്തികൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്ന് കടന്നുപോയ വ്യക്തി തന്നെയാണ് തിരിച്ചു വരാൻ പോകുന്നത്. ഓക്കെ, അത് നിങ്ങളെ വിട്ടുപോകത്തില്ല. കുറേ നാളുകൾ കഴിഞ്ഞിട്ട് കറങ്ങി ചുറ്റി നിങ്ങളടുത്ത് തന്നെ വരും.
9 ഓഫ് പെൻഡിക്കിളാണ് കാണിക്കുന്നത്. എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ വീണ്ടും ആ റിലേഷൻ നിങ്ങൾ അവരെ ഒരുപാട് സാമ്പത്തികമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നിങ്ങളുമായിട്ട് വീണ്ടും റീയൂണിയൻ ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, മറ്റു ചില വ്യക്തികൾക്ക് പെട്ടെന്ന് തന്നെ എത്രയും സ്പീഡിന് തന്നെ ഇത് താമസമാണ്. നിങ്ങളുടെ ലൈഫിൽ പതുക്കെയാണ് വരുന്നതെങ്കിലും എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വീണ്ടും നിങ്ങളിലേക്ക് കണക്ഷൻ പിടിച്ച് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി വരുമ്പോൾ 10ൻ്റെ പൈസ കൊടുക്കാൻ നിൽക്കണ്ട. കാരണം പൈസ കിട്ടിക്കഴിഞ്ഞാൽ അത് വാങ്ങിച്ച് വീണ്ടും പോവും, പിന്നെ അത് തീരുമ്പോൾ വീണ്ടും വരും. ഇനി വരുമ്പോഴത്തേക്ക് 10ൻ്റെ പൈസ കൊടുക്കാൻ നിൽക്കേണ്ട, പലിശ ചേർത്ത് തിരിച്ച് വാങ്ങിച്ച് വെച്ചോ. ഓക്കെ, അപ്പോൾ പുതിയ ആൾക്കാർ നിങ്ങളുടെ റിലേഷനിൽ എങ്ങനെയാണെന്ന് നോക്കട്ടെ. പുതിയതായിട്ട് ഒരു വ്യക്തി വരുമ്പോൾ നിങ്ങളുടെ റിലേഷൻ എങ്ങനെ സന്തോഷമായി പോകുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പുതിയ ആളിനെ ജീവിതത്തിൽ ചേർത്ത് വെക്കാൻ കഴിയുമോ? എൻ്റെ വ്യൂസിന് ഏറ്റവും ബെറ്ററായി തീരുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പുതിയ വ്യക്തികൾ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ 2 എണ്ണം വന്ന്, 3 എണ്ണം വന്ന്, ഇതിലെടുക്കാം, 1 എണ്ണം എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും സ്നേഹവും തരുന്ന, നിങ്ങൾക്ക് ഒരുപാട് ഫ്രീഡം തരുന്ന, നിങ്ങൾക്ക് ഏറ്റവും സന്തോഷിക്കുന്ന, യൂണിവേഴ്സ് ബ്ലെസ്സിങ് ഉള്ള, ഇൻറ്റ്യൂഷൻ പവറുള്ള, ദൈവിക അനുഗ്രഹമുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് പുതുതായിട്ട് വരുന്നത്. ഓക്കെ, പഴയതായിട്ട് വരുന്നത് നോക്കിക്കോ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ആരാണ് പഴയത് വരുന്ന വ്യക്തി? ആരാണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ആ വ്യക്തി ഇനി ലൈഫിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് സ്ഥിതി? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പഴയ വ്യക്തി വീണ്ടും ഒരു റീയൂണിയൻ വന്നു കഴിഞ്ഞാൽ എന്താണ് സ്ഥിതി? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പഴയ വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരും കേട്ടോ. എന്തായാലും റീയൂണിയൻ ഒരുപാട് കാണിക്കുന്നുണ്ട്, വരുന്നുണ്ട്. അവർ പോയി വന്നും നിൽക്കും കേട്ടോ. ചാരിയറ്റാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇനി വരുമ്പോഴത്തേക്ക് സാമ്പത്തികമായിട്ടൊന്ന് സഹായിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ചാരിയറ്റാണ് വരുന്നത്. വീണ്ടും ചെറിയ ചെറിയ പിണക്കങ്ങളും വഴക്കും ദേഷ്യങ്ങളുമായിട്ടൊക്കെ തന്നെ ആ റിലേഷൻ തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കും. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആയിരിക്കും. നിങ്ങൾ മെസ്സേജ് അയക്കും, അവർ മെസ്സേജിന് റിപ്ലൈ തരത്തില്ല. കോൾ ചെയ്യും, കോളിന് റിപ്ലൈ തരത്തില്ല. അങ്ങനെയുള്ള പിന്നും പോകും പിന്നും വരും എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് എന്തായാലും വിധിയെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ പേഴ്സൺ തന്നെ തിരിച്ചു വരും. 5 ഓഫ് കപ്പ്, നിങ്ങളെ വേണ്ട, നിങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം തട്ടിക്കളഞ്ഞിട്ട് പോയ വ്യക്തിയാണ്. അത് തിരിച്ച് നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഓക്കെ, അപ്പം നിങ്ങൾ കണക്ക് കൂട്ടി വെച്ചോ, പലിശ സഹിതം തിരിച്ച് വാങ്ങിച്ചോ. ഓക്കെ, അത് സമയമായാലും ഇപ്പോൾ പൈസ തന്നെ ആകണമെന്നില്ല. നിങ്ങൾ കൊടുത്ത സമയമായാലും സ്നേഹമായാലും ശരി തന്നെ അതിന് നോക്കി സൂക്ഷിച്ച് അളന്ന് വേണം കൊടുക്കാൻ. ഓക്കെ, പുതിയ ലൈഫ് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുഗ്രഹമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ള ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നത്. ഓക്കെ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. നിങ്ങളും ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ നോക്കിയും കണ്ട് ചെയ്താൽ മതി. ഓക്കെ, ലൈഫിൽ ഇനിയിപ്പോൾ വിധി എന്താണ് സ്വീകരിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതിനെ നിങ്ങൾ നോക്കിയും കണ്ടും സ്വീകരിക്കുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിംഗ് ലഭിച്ചതിനായി നന്ദി പറയുന്നു. എല്ലാ എനർജിയും വന്നിട്ടുണ്ട്. വാട്ടർ സൈൻ വന്നിട്ടുണ്ട്, ഫയർ സൈൻ വന്നിട്ടുണ്ട്, എർത്ത് സൈൻ വന്നിട്ടുണ്ട്, എയർ സൈൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഫയർ സൈൻ വരുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് വരുന്നത് ഏരീസ്, ലിയോ, സജിറ്റേറിയസ് ആണ് വരുന്നത്. എയർ സൈനിൽ വരുന്നത് ജെമിനി, ലിബ്ര, അക്യൂരിയസ്. എർത്തിൽ വരുന്നത് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്. വാട്ടർ സൈനിൽ വരുന്നത് കാപ്രിക്കോൺ, സ്കോർപ്പിയോ, സ്പൈസീസ് ആണ് വരുന്നത്. അപ്പോൾ എല്ലാം ഈ എനർജിയും ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് നിങ്ങൾക്ക് സോഡിയക് സൈന് വന്നില്ല എന്ന് പറയണ്ട, എല്ലാത്തിലും വരും. അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആകും. ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നോന്ന് നോക്കുക. ഓക്കെ, ക്ലൂസും കൂടി എടുക്കാം. വെള്ളൂർ എന്ന് പറയുന്ന സ്ഥലം, ഫോൺ നമ്പർ 24 ലാസ്റ്റ് നമ്പറാണ്. കെ പൂരം 10 നമ്പർ. യെല്ലോ ബ്ലൂ കളർ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് തന്നെ ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ടി എന്ന് പറയുന്ന ലെറ്റർ 19 നമ്പർ 19. ഓക്കെ, മൂലം നക്ഷത്രം, ആയില്യം, സ്നേക്കിന്റെ ടാറ്റു അല്ലെങ്കിൽ ടാറ്റു നിങ്ങളുടെ പേഴ്സന്റെയോ തേർഡ് പാർട്ടിയോ ആരെങ്കിലും നിങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ടാറ്റു ചെയ്യുന്ന വ്യക്തി. 6 എന്ന് പറയുന്ന ലെറ്റർ ലവ്, എസ്. ഓക്കെ, മലപ്പുറം, റെഡ് കളർ ഷൂ ആൻഡ് ചെപ്പൽ എന്തെങ്കിലും നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഉണ്ടോ എന്ന് നോക്കുക. മൊബൈൽ ഗിഫ്റ്റ്, ഇൻസ്റ്റഗ്രാം, നിങ്ങൾ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട വ്യക്തികളായിരിക്കാം.
നെയ്മറ എന്ന് പറയുന്ന സ്ഥലം, സി കാർത്തിക നക്ഷത്രം, 3 എന്ന് പറയുന്ന നമ്പർ. അപ്പോൾ ആ നമ്പറിൽ 3-ാം മാസവും എടുക്കാം കേട്ടോ. ഫോൺ നമ്പർ ലാസ്റ്റ് 8, നെടുങ്ങോലം 26 33 36. ഇത് ഏജ് ആയിരിക്കാം. മാർക്കറ്റ് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് അങ്ങനെ മാർക്കറ്റ് ഉണ്ടായിരിക്കാം, നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ജോലി അവിടെ ആയിരിക്കാം. CRL മഹാരാഷ്ട്ര 46 53 ഏജ് ആയിരിക്കാം. ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ഉണ്ടായിരിക്കാം. ഇസഡ് എന്ന് പറയുന്ന ലെറ്റർ മകീരം 5 നമ്പർ, 5-ാം മാസവും ആകാം. സാവിത്രി, ഓക്കെ. അമ്പലപ്പറ, ഒറ്റപ്പാലം. അൺകണ്ടീഷണൽ ആയിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നതാണ് നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങളായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. കോട്ടയ്ക്കൽ, എറണാകുളം, ആറ്റിങ്ങൽ, ആലുവ, വൈക്കം. ഫോൺ നമ്പർ ലാസ്റ്റ് 1 വരുന്നത്. പൊള്ളാച്ചി, തുലാം രാശി, മകയിരം 156. ഇത് ഡേറ്റുമാകാം മന്തുമാകാം. ഓക്കെ. ജെ ലെറ്ററാണ്. 22 തിരുവോണം നാള്, അല്ലെങ്കിൽ നിങ്ങൾ തിരുവോണത്തിന് മീറ്റ് ചെയ്യാൻ പോകുന്നു. വെഞ്ഞാറിൻ മോഡ് 1983 ദുബായ്. പേഷ്യൻ്റ് കെയർ നിങ്ങളുടെ ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പേഷ്യൻ്റ് കെയർ ചെയ്യുന്നുണ്ടായിരിക്കാം ആരെങ്കിലും. ഫോൺ നമ്പർ ലാസ്റ്റ് 3. അലൂമിനിയം ഫാബ്രിക്കേഷൻ. എൽ ലെറ്റർ മകം 9 നമ്പർ. ഡി നമ്പർ രോഹിണി 4 4-ാം മാസവും ആകാം. മിൽമ പാലുമായിട്ട് ബന്ധപ്പെട്ട് ആലപ്പുഴ, മാഹി, വടകര, പാലാ ചേറ്റുവ എന്ന് ഒരു സ്ഥലമാണോ എന്തോ അറിയത്തില്ല, 1ആണോ 2ആണോ എന്ന് അറിയത്തില്ല. ഓക്കെ. 2004 2009 R&T A&S. ഓക്കെ. ബിജു, കനകവല്ലി, ഇപ്പൊ സ്കൂളിൽ അറ്റൻഡൻസ് എടുക്കുന്നതിന്റെ ഓർമ്മ വരുന്നുണ്ട്. ഓക്കെ. ഗിരി, സിബി, അച്ചു, സെലീന, കവലൂർ, ശ്യാംകുമാർ, സുമിത്ത്, ചിത്ര, അനീഷ്, ശിവപ്രസാദ്, ഹാഷ്മി, ലിജി, ബിനോയ്, രാധ, സദാക്കത്ത്, സുമ, കെ എന്ന് പറയുന്ന ലെറ്റർ, അമീൻ. ഓക്കെ. അപ്പം ഈ പേരിലോ അല്ലെങ്കിൽ ഈ ലെറ്ററിലോ നിങ്ങൾക്ക് എന്തെങ്കിലും റെസനേറ്റ് ആക്കുന്നതെന്ന് നോക്കുക. ഇത് റെസനേറ്റ് ആയില്ലെങ്കിലും രാശിയിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആകും, കാരണം എല്ലാ രാശികളും വന്നതാണ്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റും കൂടി അറിയിക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആയിട്ടുണ്ടെന്ന്, ഇല്ലെങ്കിൽ ആയിട്ടില്ല എന്ന് കൂടി അറിയിക്കുക. ഓക്കെ. താങ്ക് യു. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരട്ടെ. യൂണിവേഴ്സ് എപ്പോഴും നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. സമാധാനം നിങ്ങളോട് എപ്പോഴും ഇരിക്കട്ടെ. ഓക്കെ. താങ്ക് യു.